തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, ഷേപ്പൊന്നും ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഷേപ്പില്ല. അങ്ങനെ ഞാനത് എന്താ പറയുക, ഒരു മാർക്കറ്റിൽ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് വില കൂടി. ഞാൻ പറഞ്ഞ 6 രൂപയുടെ കുഞ്ഞുടുപ്പ് എനിക്ക് 60 രൂപ വിലയായി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ടൊരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് തിരുവാലിയിൽ 20 പേരെ വെച്ചിട്ടാണ് എൻ്റെ യൂണിറ്റ് തുടങ്ങുന്നത്. ക്രമേണ ഞാൻ എന്താ പറയുക, ഇതിലൊക്കെ ഈ തുണി വില കൂടിയതെടുത്തു. ഞാൻ പുറമേന്ന് ടെക്നീഷ്യന്മാർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. എന്താ പറയുക, ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ തുടങ്ങിയതല്ല, ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. ഞാനങ്ങനെ പ്രൊഡക്ഷൻ ചെയ്ത് മാർക്കറ്റിൽ ഇറങ്ങി. എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ, കാരണം ഇതായിട്ട് ചെല്ലുന്ന സമയത്ത് വിറ്റിട്ട് പോകണേ, നമ്മുടെ കടക്കാരെ നിങ്ങൾ വിറ്റിട്ട് പോകണേ, ഞങ്ങൾ പിന്നെ വെച്ചോളാം, പൈസ വിറ്റിട്ട് തരാന്നുള്ള രീതിയിൽ പ്ലേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ ആളുകൾ, ഞാൻ ഒരു പരസ്യം ചെയ്തിട്ടില്ല, ആളുകൾ ഇതിങ്ങനെ ഞാൻ ചില കടയിലൊക്കെ ഞാൻ തന്നെ പോയിട്ട് കൗണ്ടറിൽ നിന്നിട്ട് ഞാൻ ഈ സാധനം പ്രോഡക്റ്റ്, കാരണം എനിക്ക് ഓൾറെഡി ഒരു ബേബി ഷോപ്പ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ചില സ്ഥലങ്ങളിൽ നിന്ന് റിപ്പീറ്റ് എൻക്വയറി ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ എന്താ പറയുക, അത് മലപ്പുറം ജില്ല കഴിഞ്ഞ് അത് കഴിഞ്ഞ് കണ്ണൂർ കാസർഗോഡ് വരെയൊക്കെ എത്തി. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ് നമ്മുടെ അങ്ങോട്ട് തെക്കൻ ജില്ലകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും ആളുകൾക്ക് അവരുടെ ഒരു ചിന്തകളും ഇതൊക്കെ, അവിടുത്തെ കടക്കാരൊക്കെ ആണെങ്കിലും അവരെങ്ങനെ വെച്ച് നോക്കുക എന്നുള്ളത് ചിന്തയൊന്നുമില്ല. ആ ക്യാഷ് തന്നിട്ട് മേടിക്കും, പക്ഷേ അത് വിറ്റ് പോയില്ലെങ്കിൽ പിന്നീട് അവർ റീഓർഡേഴ്സ് തരില്ല. എന്തായാലും ഞാൻ ആ ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഈ 60 രൂപയുടെ പ്രൊഡക്റ്റ്, അതുപോലെ 150-200 രൂപയുടെ പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിൽ ചെന്നു. വാങ്ങിയ ആളുകൾ വീണ്ടും വീണ്ടും ഇത് ചോദിച്ചു വരാൻ തുടങ്ങി. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് കേരളം മുഴുവൻ ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റി. പിന്നീട് ഇതിൻ്റെ എന്താ പറയുക, ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോനെ കുറിച്ചൊക്കെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും. അപ്പം എൻ്റെ സാധനം എല്ലാം മാർക്കറ്റിൽ പോകുന്നത്, എൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ചെറിയ വർക്കിംഗ് ക്യാപിറ്റലാണ്, ഇതെല്ലാം കടമാണ് പോകുന്നത്. അപ്പോൾ പുതിയ തുണി എടുക്കണമെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും ഫണ്ട് ഉണ്ടാക്കണം. കാരണം കടക്കാർ ഈ സാധനം വിറ്റിട്ട് പോയിട്ടോ അല്ലെങ്കിൽ കടമായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ എൻ്റെ ക്യാഷ് ഫ്ലോയെ കാര്യമായിട്ട് ബാധിക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ബ്രാൻഡിങ്, അല്ലെങ്കിൽ ബ്രാൻഡ് എന്താണെന്നതിനെ കുറിച്ച് ഞാൻ ഒരു കാര്യമായിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെ ഞാൻ ചെറിയ രീതിയിൽ 2008 ആയപ്പോഴേക്കും വളരെ ചെറിയ രീതിയിൽ, അന്ന് എന്താ പറയുക, ഈവനിങ് പത്രങ്ങൾ ഇറങ്ങുന്ന കാലഘട്ടം, ഈവനിങ് പത്രത്തിലൊക്കെ ചെറിയ രീതിയിൽ പരസ്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അത് ചെറിയ രീതിയിൽ പരസ്യം തുടങ്ങിയപ്പോൾ നമ്മൾ തുണി ടെക്സ്റ്റൈൽ ഷോപ്പുകാരൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഈവനിങ് പത്രം വന്നു കഴിഞ്ഞാൽ ഇത് ചെറിയ പൈസയേ ഉള്ളൂ, അപ്പം അവരെന്തായാലും പത്രം വാങ്ങും. അപ്പോൾ ഈ പത്രത്തിൽ പരസ്യം കാണാൻ തുടങ്ങിയപ്പോൾ ഇവർ ചിന്തിച്ചു തുടങ്ങി ഈ പോപ്പീസ് പരസ്യമുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ഡിമാൻഡ് ചെയ്യാൻ പറ്റി, പ്രൊഡക്റ്റിന് ഞാൻ ക്യാഷിനെ കുറച്ചുകൂടി ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് തിരുപ്പൂരിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുന്നത്. അവിടെ ഡൈയിങ് യൂണിറ്റുകളെല്ലാം അടച്ചുപൂട്ടി. ഇപ്പം സെയിം പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അടച്ചുപൂട്ടി. കാരണം അവിടെ പൊല്യൂഷൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട്. ഈ സമയത്ത് നമ്മളവിടെ ഇതേ പോയ മില്ലുകളെല്ലാം പറഞ്ഞു, അല്ലെങ്കിൽ ഡൈയിങ് യൂണിറ്റുകൾ പറഞ്ഞു, ഇവിടെ ഞങ്ങളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്, ഇനി ഒരു രക്ഷയില്ല, അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ തുറക്കുകയുള്ളൂ, പുതിയ ഡൈയിങ് യൂണിറ്റുകളൊക്കെ വരണമെന്നാണ്. എന്തായാലും ഞാൻ ആ അവസരം ശരിക്ക് ഉപയോഗപ്പെടുത്തി. ഞാൻ അവിടെ നിന്നുള്ള തുണി നിറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ബോംബെയിലും ഗുജറാത്തിലൊക്കെ കൊണ്ടുപോയി ഡൈ ചെയ്ത് തുണി ഞാൻ പ്രൊഡക്ഷൻ ചെയ്ത് മാർക്കറ്റിൽ വന്നു. ഞാൻ ഈ ചെറിയ രീതിയിലുള്ള പരസ്യം പതുക്കെ കുറച്ചും കൂടി നോയ്സ് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ കുറച്ചും കൂടി നോയ്സ് ഉണ്ടാക്കി തുടങ്ങി. അത് ബ്രാൻഡിനെ ശരിക്കും കേരളം കഴിഞ്ഞു, നമുക്ക് തമിഴ്നാടെത്തി, കർണാടക എത്തി, ആന്ധ്ര എത്തി. അങ്ങനെ നമ്മൾ ഒരു പരിധി വരെ ഒരു പാൻ ഇന്ത്യ പ്രസൻറ്റേഷൻ വന്നു. അതുപോലെ നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലേക്ക് വർക്ക് ചെയ്തു. അതിൻ്റെ ക്യാഷ് ഫ്ലോ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് കൊടുക്കുന്നതിന് പകരം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക് റെഡി ക്യാഷിന് കൊടുക്കുന്ന രീതിയിൽ വന്നു. അത് കഴിഞ്ഞപ്പം എന്താ പറയുക, ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്ക് ഒരു ബ്രാൻഡ് എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളൊരു നല്ലൊരു ക്രിയേറ്റീവ് ആളെ കൊണ്ട് ഒരു നല്ലൊരു ലോഗോ ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയാലോ ഒരു ബ്രാൻഡായി മാറില്ല. ബ്രാൻഡായി മാറണമെങ്കിൽ നമ്മൾ ചോദിച്ചു ചെല്ലണം, അല്ലെങ്കിൽ കാത്തിരിക്കണം. ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങില്ല എന്ന രീതിയിൽ മാറ്റാൻ പറ്റിയാൽ ഒരു പ്രൊഡക്റ്റിനെ, മിക്ക ആൾക്കാർ പറയും ഇതൊരു ബ്രാൻഡാണ്, എൻ്റെ അത് ബ്രാൻഡാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. അപ്പം അങ്ങനെ ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ നമ്മളൊരു ക്രിയേറ്റീവ് ഒരു ലോഗോ ഉണ്ടാക്കിയാൽ ബ്രാൻഡ് ആവില്ല. റീകോൾ ഉണ്ടാക്കാൻ പറ്റണം. അതിന് നമ്മൾ ചെയ്യേണ്ട രീതിയാണ് ഒന്ന് മെയിനായിട്ട് വേണ്ടത് ക്വാളിറ്റി, അതുപോലെ ഡിമാൻഡ്. ഞാൻ സപ്ലൈ ഇപ്പം തന്നെ എനിക്ക് ഈ ഓണമായിട്ട് ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡ് 70% പോലും ഞാൻ സപ്ലൈ ഇല്ല. നിങ്ങൾ അന്വേഷിച്ചാൽ മതി, കടകളിൽ പോപ്പീസ് കിട്ടാനില്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ വളരെയധികം അത് ഡിമാൻഡ് ഉണ്ടെങ്കിൽ പിന്നെ ഫാക്ടറി തുറന്ന് പിന്നെ പ്രൊഡക്ഷൻ ചെയ്ത് മാർക്കറ്റിലേക്ക് കൊടുക്കില്ല. എപ്പോഴും ഞാൻ മാർക്കറ്റ് ഡിമാൻഡിൻ്റെ ഒരു 70-80% സപ്ലൈ ഞാൻ മാർക്കറ്റിൽ കൊടുക്കുള്ളൂ.
അതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന്, ഞാൻ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്ത സമയത്ത് എനിക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്നുണ്ടായ എല്ലാം, എൻ്റെ ബിസിനസ്സിൽ കൂടുതലുണ്ടായ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുണ്ടായ എന്താ പറയുക, അനുഭവ പരിചയം വെച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. അതെനിക്ക് ഓരോ ചുവടുവെപ്പും എനിക്ക് ഞാൻ എപ്പോഴും പോപ്പീസിൻ്റെ സ്റ്റെപ്പ് ബേബി സ്റ്റെപ്സ് എന്ന് പറയാം. കുഞ്ഞുങ്ങളുടെ സ്റ്റെപ്പ് ശ്രദ്ധിച്ചില്ലേ, വളരെ ചെറിയ സ്റ്റെപ്സ് ആവും. നമ്മൾ വലിയ ലോങ് സ്റ്റെപ്പ് നമ്മൾ ബിസിനസ് വെച്ചു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് കാലിടാൻ സാധ്യത കൂടുതലാണ്. എപ്പോഴും നിങ്ങൾ എന്ത് ബിസിനസ്, എന്ത് ബ്രാൻഡിങ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് പോകണം, പരമാവധി എന്താ പറയുക, മോട്ടിവേഷൻ ട്രെയിനേഴ്സൊക്കെ ചിലപ്പം പറയും നിങ്ങൾ ബിഗ് സ്റ്റെപ്പ് വെക്കാൻ പറയും. വലിയ നമ്മുടെ സ്വപ്നങ്ങൾ കാണണം. അതിന് നമുക്കൊരു എന്താ പറയുക, ഒരു സ്ട്രാറ്റജി വേണം നമുക്ക്. പോപ്പീസിന് എനിക്ക് എന്താ പറയുക, എൻ്റെ അനുഭവങ്ങളായിരുന്നു എൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കിയത്. കാരണം സക്സസ് ആയ ആളുകൾ, ഇപ്പം ഞാൻ ഇതുപോലുള്ള ആളുകൾ, പരാജയപ്പെട്ട ആളുകളെയും കൂടി ജാഫർ സാറിനോട് കൊണ്ടുവന്ന്, ഇതുപോലെ പരാജയപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇവർക്ക് എക്സ്പീരിയൻസ്, കാരണം ഒരു ബ്രാൻഡ് ഉണ്ടാക്കാൻ ശ്രമിച്ച് ഫെയിലിയർ ആയ ആൾക്കാരെയും വന്ന് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ സംസാരിപ്പിക്കണം. കാരണം അവർക്ക് എവിടെയാണ് പരാജയം സംഭവിച്ചതെന്നുള്ളത് അവർ പറഞ്ഞു തരുമല്ലോ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട്, ഞാൻ എന്നെ കാണുന്ന ഒരു ക്രീം പോപ്പീസ് അല്ല, ഒത്തിരി എന്താ പറയുക, എനിക്കിപ്പം സംസാരിക്കാൻ എനിക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് കോവിഡാണ് ഏറ്റവും വലിയ